നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എൻ്റെ വ്യൂസിൻ്റെ ജോബിലുള്ള എനർജിയെ കണക്ട് ചെയ്യുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞാനുമായിട്ടുള്ള ഒരു എനർജി കണക്ഷൻ കൊണ്ടുവരിക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജോബിൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ജോബിൻ്റെ എനർജി എന്താണ്? ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് ജോബിൻ്റെ എനർജി എന്ന് പറയുന്ന പുതിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ജോലി സ്ഥലങ്ങളിൽ കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ജോബിൽ ഉയർച്ച ലഭിക്കുമോ? ഒന്നാമത്തെ കാർഡുകാർക്ക് ജോബിൽ ഒരു ഉയർച്ച ലഭിക്കുമോ? ഓക്കെ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു. ഉയർച്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്നോ നാളെയോ കിട്ടുന്ന ഒരു ഉയർച്ചയല്ല. കുറച്ച് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. ഒരു കർഷകൻ എങ്ങനെയാണോ തൻ്റെ വിളകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ഗ്രോത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയിലുള്ള വ്യക്തികൾക്ക്, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ജോബ് സംബന്ധമായ ഒരു ഉയർച്ച ഉണ്ടാകുമോ? 100-ൽ 110% നിങ്ങൾക്ക് ജോബിൽ ഉയർച്ച ഉടൻ തന്നെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകും. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ബിസിനസ് ആണോ ജോബാണോ എൻ്റെ വ്യൂസിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്? ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ജോബ്, ബിസിനസ്. ഓക്കെ, നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ജോബാണോ ബിസിനസ് ആണോ? ഓക്കെ, നിങ്ങൾക്ക് ജോബ് തന്നെയാണ് ഇപ്പം നിലവിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ബിസിനസ്സിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൂടെ നിന്ന് ചതിക്കുന്ന വ്യക്തികൾ നമ്മളുടെ ചുറ്റിലും കാണും. ഓക്കെ, ചില ബ്ലാക്ക് എനർജിയുടെ സാന്നിധ്യം കാര്യങ്ങളൊക്കെ വരും. ബന്ധുക്കളിൽ നിന്ന് തന്നെ നമുക്ക് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾ ബിസിനസ്സിൽ നിന്നും കുറച്ച് മാറിയിട്ട് ജോബിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നമുക്ക് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ജോബാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണോ എന്നെല്ലാം കറക്റ്റ് ചെയ്ത് നമുക്ക് സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.